ഈ താങ്കളുടെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ ആദ്യം പ്രതികരിച്ചത് മന്ത്രി എം പി രാജേഷ് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം താങ്കൾ വടകര ജയിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് പറയാതെ പറയുന്നതാണ്. താങ്കളുടെ ഈ കോൺഗ്രസിനുള്ളിൽ ഒരു കലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അല്ല, വടകര ജയിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതിന് ഞാൻ അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു സൂചന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വടകരയിലെ ജനങ്ങളുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ പാലക്കാട്ടെ കാര്യത്തിൽ ഇവരാരും പാലക്കാട്ടെ ജനങ്ങളുടെ സെക്യുലർ ക്രെഡൻഷ്യൽസിനെ വില കുറച്ച് കാണരുത്. ഞാനിവിടുന്ന് പോയി എന്ന് വരുമ്പോഴത്തേക്കും വേറൊരു BJP-ക്കാരന് ജയിക്കാൻ വെമ്പി നിൽക്കുന്നവരല്ല പാലക്കാട്ടുകാർ കഴിഞ്ഞ തവണ അവരുടെ വോട്ട് രേഖപ്പെടുത്തിയത് വിഭാഗീയ അജണ്ടകൾക്കെതിരായിട്ടാണ്. തമ്മിൽ വിഭജിക്കപ്പെടാൻ ആഗ്രഹമില്ലാത്തൊരു ജനതയുടെ വോട്ടായിരുന്നു. ഇവിടെ ആരൊക്കെ വന്നു കഴിഞ്ഞ തവണ പാലക്കാട്, ആരൊക്കെ പ്രചരണത്തിന് വന്നു, എന്നിട്ടും പാലക്കാട്ടെ ജനങ്ങൾ ജയിപ്പിച്ചത് അതിനൊരു പൊളിറ്റിക്സ് ഉണ്ട്. അത് കേവലം വ്യക്തിപരമല്ല, അതിനൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിൽ ഞങ്ങൾ 100% വിശ്വാസം രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഗ്യാരണ്ടിയുടെ കാലമാണല്ലോ. ഞങ്ങളും ഗ്യാരണ്ടി പറയുന്നു. വടകരയിലെ ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചാൽ പാലക്കാട്ടെ ജനങ്ങൾ കോൺഗ്രസിനെ UDF-നെ കൈവിടില്ല എന്നുള്ള ഗ്യാരണ്ടി ഞാനത് പറഞ്ഞോട്ടെ, ഉറച്ചു പറഞ്ഞോട്ടെ. അവരെ വിശ്വസിച്ച് ഞാൻ പറയുന്നു, ഞങ്ങൾ ഇത് നിലനിർത്തും. വേണ്ട, ഞാൻ ചോദിച്ചാൽ അവരിങ്ങനെ സംശയിച്ച് BJP-യെ സഹായിക്കുന്നു, നിർത്തണം. അത് ആ പണി അവർ നിർത്തേണ്ട സമയം അതിക്രമിച്ചു. ഒരാൾ BJP-യിലേക്ക് പോകുമ്പോഴത്തേക്കും അവർക്കാണ് ഇരട്ടി സന്തോഷം. BJP കോൺഗ്രസിനെ ആളെ വലിച്ച് തകർക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഒന്നിച്ച് ഞങ്ങളെ കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുമായിട്ട് ഒരു കാലത്തും ഞങ്ങളുടെ ആശയങ്ങൾ ചേരില്ല എന്നുള്ളതുകൊണ്ടാണ്. ബാക്കി എല്ലാവർക്കും അവർക്ക് വേറൊരു പ്രതീക്ഷയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇവന്മാരെപ്പോഴും അവരുടെ കൂടെ ഒന്നിച്ച് ചെല്ലും, കൂടും കുടുക്കടക്കം വിറ്റ് ചെല്ലും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഞങ്ങളെ അതിന് കിട്ടില്ല എന്ന് അറിയുന്നതുകൊണ്ട് ഇങ്ങനെ ചൂണ്ടിട്ട് 1-2 ആളുകളെയൊക്കെ. പിന്നെ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് ഒഴിവാക്കി ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നു. അത് രാജസ്ഥാനിലെ CPM-നെ അല്ല BJP ഇവർ ഒട്ടും ഒരു ബ്രോഡായി ചിന്തിക്കാത്ത ഒരു ഒപ്പീനിയനാണത്. നിങ്ങൾ ലോകസഭയിൽ MP-മാരുടെ ഭൂരിപക്ഷം കോൺഗ്രസ് നേതൃത്വം നൽകുന്നൊരു സംവിധാനത്തിന് വന്നിട്ടില്ലെങ്കിൽ രാജ്യസഭയിൽ ഒരു MP കൂടെ കൂടുതലുണ്ടായിട്ട് എന്താ? കോൺഗ്രസ്സിന് തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഈ മുന്നണിയിൽ തന്നെ വരേണ്ട അനിവാര്യത നമുക്കറിയാലോ. അല്ലെങ്കിൽ എന്താ രാജ്യത്ത് നടക്കുന്നുള്ളത്? ആ KC ഭയങ്കര ആർജവത്തോടെടുത്തൊരു തീരുമാനമല്ലേ. കോൺഗ്രസിൻ്റെ ലോക്സഭാ സീറ്റ് കുറേ കുറഞ്ഞോട്ടെ, എന്നിട്ട് രാജ്യസഭയിൽ എനിക്കൊരു സീറ്റുമായിട്ട് ഞാൻ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ BJP-ക്കാർ അവിടെ രാജ്യസഭാ MP-മാർ കർണാടകയിൽ മത്സരിക്കുന്നുണ്ടല്ലോ. കോൺഗ്രസ്സിൽ ഈ കേരളത്തിലേക്ക് ഒരു രാജ്യസഭാ MP മത്സരിക്കാൻ വന്നിട്ടുണ്ടല്ലോ. പുള്ളി പിന്നെ ജയിക്കാൻ പോകുന്നില്ല. അവിടെ ഡോക്ടർ തരൂരേ ജയിക്കുള്ളൂ എന്ന് അവർക്കും അറിയാം, പിന്നെ ഇവർക്കും അറിയാം. പക്ഷേ കർണാടകയിൽ അവരുടെ ജയസാധ്യതയുള്ള സീറ്റുകളിലൊക്കെ അവിടെ രാജ്യസഭാ MP-മാർ മത്സരിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ അവിടെ വെച്ച് ബാലൻസ് ചെയ്തോളും. അതല്ല പ്രശ്നം ലോകസഭയിൽ കോൺഗ്രസിൻ്റെ സീറ്റിൻ്റെ എണ്ണ കൂടുതലില്ലെങ്കിൽ അത് ഈ നാടിന് അപകടമാണ്. ഇപ്പം ഞാൻ 3 തവണ MLA ആയിട്ടുള്ള എന്നെ, ഈ പാലക്കാട് നിൽക്കുന്ന എന്നെ വടകരയിൽ മത്സരിക്കാൻ വിടുന്നതിൻ്റെ ബേസ് എന്താണ്? ഇത് കേരളത്തിലെ ലോക്കൽ പൊളിറ്റിക്സ് അല്ല. അതിന് സമയമുണ്ട്, അതിന് 26 വരെ സമയമുണ്ട്. പക്ഷേ ഇത് രാജ്യം അപകടത്തിലാവുമ്പോൾ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സീറ്റുകൾ പരമാവധി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് ജനാധിപത്യവാദിയാണ് ഈ രാജ്യത്തുള്ളത്? ഏത് മതേതരവാദിയ രാജ്യത്തുള്ളത്? അപ്പോൾ CPM-നോട് ദയവായിട്ട് പറയുന്നത്, നിങ്ങൾ BJP-ക്ക് വേണ്ടി ഇങ്ങനെ സംശയിച്ച് കഷ്ടപ്പെടരുത്. അത് ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ ജയിപ്പിച്ചോളാം. BJP സ്ഥാനാർത്ഥി പട്ടിക അവരിൽ വല്ലാത്തൊരു ഷോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് തന്നെ പല പ്രതികരണങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ട്. ഇറ്റ്സ് എ റിയാലിറ്റി. അത് കോൺഗ്രസ് നേതൃത്വം വളരെ ഉചിതമായി സമയമെടുത്ത് കൺസൾട്ട് ചെയ്ത് എല്ലാ സാധ്യതകളും നോക്കി അവർ തീരുമാനിച്ചതാണ്. അതൊരു വേവ് UDF-ന് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ നാഷണൽ പൊളിറ്റിക്സ് നേരം പറഞ്ഞു. സ്റ്റേറ്റ് പൊളിറ്റിക്സ് ചിന്തിക്കുന്ന ആളുകൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? 7 മാസമായിട്ട് പെൻഷൻ കിട്ടാത്ത ഒരമ്മ എന്തിനാണ് ഇനി അരിവാളിൽ വോട്ട് ചെയ്യുന്നത്? ശമ്പളം കിട്ടാത്തൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്തിനാണ് ഇനി അരിവാളിന് വോട്ട് ചെയ്യുന്നത്? ഈ നാട്ടിലെ ക്ഷേമ വിതരണങ്ങൾ, ആനുകൂല്യങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുമ്പോൾ ഇവിടെ സിദ്ധാർത്ഥിനെ പോലൊരു ചെറുപ്പക്കാരൻ ഇത്ര ക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ അതിന് വരെ ഈ ഒരു സ്റ്റാൻഡ്, ഈ പ്രോ കില്ലർ സ്റ്റാൻഡ് എടുക്കുന്ന ആളുകളെ, TP ചന്ദ്രശേഖരൻ മരണപ്പെട്ട് ഇത്ര വർഷമായി ഞാൻ TPയുടെ മണ്ണിലേക്കാണ് ഞാൻ ഇവിടുന്ന് വണ്ടി കയറുന്നത്. നേരിന് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ 52 തവണ വെട്ടേറ്റും മരിച്ചു വീണിട്ടും തളരാതെ തകരാതെ TP എന്ന ആ ആത്മവീര്യം അതിപ്പോഴും വടകരയുടെ മണ്ണിൽ ജ്വലിച്ച് നിൽക്കുക. കൊന്നാലും തീർക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. കൊല്ലാൻ പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്ന് പണ്ട് ചുമരിൽ ഇവർ വെറുതെ എഴുതിയിടുന്ന പോലെയല്ല, ശരിക്കും തോൽപ്പിക്കാൻ പറ്റാത്തൊരു സാന്നിധ്യമായിട്ട് TP നിൽക്കുക. അപ്പോൾ ആ അക്രമ രാഷ്ട്രീയത്തിനെ, അഹങ്കാരത്തെ, ധിക്കാരത്തെ, ധൂർത്തിനെ, അഴിമതിയെ, ഇതൊക്കെ ഓർക്കുന്ന ഒരു സാധാരണ സഖാവ് പോലും
അവൻ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് UDF-നായിരിക്കും എന്ന കാര്യത്തിന് സംശയമാണ്. ഞാൻ ഒരു കാര്യം കൂടെ ഇവരോട് ഉറപ്പ് പറയാണ്, പാലക്കാട്ട് ശ്രീകണ്ഠേട്ടൻ്റെ വിജയത്തിന് വേണ്ടി പിന്നെ കച്ച മുറുക്കി ഇറങ്ങണം എല്ലാവരും കേട്ടോ. ഉറപ്പല്ലേ? അതും ഞാൻ വാക്ക് പറയുന്നു, അതും അവരിറങ്ങും.